മധ്യകേരളത്തിൽ എൻ.ഡി.എക്ക് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിൽ ഒന്നായ കോട്ടയത്ത് തദ്ദേശ സ്വയംഭരണത്തിലെ മിന്നുന്ന വിജയം വലിയ ഊർജ്ജം നൽകുന്നു. മുൻപോട്ടുള്ള പ്രവർത്തനത്തിന് ഇത് ശക്തമായ കരുത്തു പകരുന്നുവെന്നും ബി.ജെ.പി. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. മന്ത്രി വി.എൻ. വാസവന്റെ മണ്ഡലമായ അയ്മനവും കൂടാതെ കിടങ്ങൂരും തെക്കേക്കരയിലെ ബി.ജെ.പി. മികവേർന്ന വിജയം നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടുത്തിടെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാണ് ബി.ജെ.പിക്ക് ഇക്കുറി കോട്ടയം ജില്ലയിൽ ഉണ്ടായത്. അത് വലിയ രീതിയിൽ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ നഗരസഭകളിലും അത് പ്രകടമായിരുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചിട്ടയായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു, അതിൻ്റെ ജനവിധി എത്തി. എങ്ങനെയാണ് ജില്ലയിലെ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ പ്രവർത്തനത്തെ ഒന്ന് വിലയിരുത്തുന്നത്? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ജനങ്ങൾ ഇവിടുത്തെ മുന്നണി ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം അവരുടെ മനസ്സിലുണ്ട്. അവർ അനുസരിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വീകരണങ്ങൾ വീടുകളിൽ സമ്പർക്കത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായിരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ പരമ്പരാഗതമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുതിയ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ ഒരു നേട്ടമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. പ്രത്യേകിച്ച് അയ്മനം പഞ്ചായത്ത്, അതുപോലെ തന്നെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത്, ഈ രണ്ട് പഞ്ചായത്തുകളിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് ഭരണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുന്നത്, അയ്മനമൊക്കെ കാലാകാലങ്ങളിൽ ഒരു 30-40 വർഷത്തോളം CPM ഭരണം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് അയ്മനം എന്ന് പറയുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ വരുന്ന പ്രദേശമാണ് അയ്മനം. ആ അയ്മനത്ത് 9 സീറ്റുകളുമായിട്ട് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നതിന് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ ജനങ്ങൾ തന്ന ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തും അതേപോലെ തന്നെ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഒരു മുന്നേറ്റം അത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ പഞ്ചായത്തുകളിലൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവർ ഭരണം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വികാരം അവർക്കുണ്ടായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്തു. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തായാലും ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഊർജ്ജം നൽകുന്ന രീതിയിലേക്ക്, കരുത്ത് നൽകുന്ന രീതിയിലേക്കുള്ള ഒരു വിജയം, ആ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന, ആ ജനവിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത്.